ഹായ് ഗൈസ്, എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി Q3 Proൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ റിയൽമി 9 എന്ന പേരിൽ വരുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം റൂമേഴ്സ് ലീക്സ് പറയുന്നത് അങ്ങനെയാണ്, റിയൽമി 9 എന്ന പേരിലാണ് ഇന്ത്യയിൽ ഈ ഒരു ഫോൺ റീബ്രാൻഡ് ചെയ്ത് വരുന്നതെന്നാണ്. അപ്പോൾ എന്താണ് നമുക്ക് കാര്യമൊന്നും അറിയില്ല, ലീക്സ് റൂമേഴ്സ് ആണ്, ചിലപ്പോഴേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് നമ്മൾ റിയൽമി Q3 Pro അൺബോക്സ് ചെയ്തിട്ട് ഒരു ഷോർട്ട് റിവ്യൂ കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഓവർ ഒന്ന് നോക്കാം. ടിപ്പിക്കൽ റിയൽമിയുടെ ബോക്സിംഗ് പാക്കേജ് തന്നെയാണ്, കറക്റ്റ് ആ ഒരു യെല്ലോ രീതിയിൽ. പിന്നെ സൈഡിലായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ പേര് എഴുതിയിട്ട് Q3 Pro 5G എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാർകോഡും ബാക്കി കാര്യങ്ങളൊക്കെ ബോക്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിപ്പിക്കലായിട്ട് റിയൽമിയുടെ ബോക്സസ് നമുക്കറിയാലോ, അതേപോലെ തന്നെ നല്ല യെല്ലോയിഷ് കളറിലാണ് ഈ ഒരു ബോക്സിംഗ് പാക്കേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ബോക്സിനകത്ത് എന്തൊക്കെ കണ്ടൻസ് കിട്ടുമെന്ന് നോക്കാം. സോ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്യുന്ന നേരത്തെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ടോപ്പ് ഷെല്ലിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ റിയൽമി വെൽക്കം ടു റിയൽമി ഫാമിലി ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡോക്യുമെൻറ്റേഷൻസ് കിട്ടുന്നുണ്ട്, പിന്നെ റിയൽമിയുടെ ഒരു വാറണ്ടി കാർഡ്, പിന്നെ ഒരു സിൽക്കൺ കവറും കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ റിയൽമി Q3 Pro പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് സ്മാർട്ട് ഫോൺ ഒന്ന് മാറ്റി വയ്ക്കാം. ബോക്സിനകത്ത് ഇനി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഇരിപ്പുണ്ട്, നല്ല അത്യാവശ്യം ഫാസ്റ്റ് ചാർജർ തന്നെയാണ്. പിന്നെ നമ്മുടെ USB Type-C കേബിളും ഇരിപ്പുണ്ട്. ഇത്രയും മാത്രമാണ് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, അതായത് നമ്മുടെ റിയൽമി Q3 Pro. ഓക്കെ, അത്യാവശ്യം നല്ലൊരു കളർ തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഈ ഒരു കളറിൻ്റെ പേര് ഇലക്ട്രിക് യെല്ലോ എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ വേരിയൻറ്റ് വ്യത്യാസം വരുന്നുണ്ട്, ബ്ലൂ ഉണ്ട്, അതോടൊപ്പം ബ്ലാക്ക് കളർ ഉണ്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് യെല്ലോ എന്ന് പറയുന്ന കളറാണ്. ഈ ഒരു കളറിന് പ്രത്യേകതയുണ്ട്, കാരണം വെച്ചാൽ ഈ ഡയറക്റ്റ് ലീപ്പ് നേടിയിരിക്കുന്ന ഈ ബ്രാൻഡിങ് ഉണ്ടല്ലോ, ഈ ഇരുട്ട് സമയത്ത്, അതായത് നമുക്ക് ഡാർക്ക്നെസ് രാത്രിയാവുന്ന സമയത്ത് ഈ ഒരു ഡയറക്റ്റ് ലീപ്പ് നേടിയിരിക്കുന്ന ഈ ബ്രാൻഡിങ് കത്തും, അതായത് ഈ ഒരു ബ്രാൻഡിങ് ഗ്ലോ ആവും. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരുന്ന ടെക്നിക്ക് എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ കേസ് ഇടുന്ന സമയത്ത്, അതായത് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കിട്ടിയ സിലിക്കൺ കവർ ഇടുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കളർ മാറി വേറെ ഏതൊരു കളറായിട്ട്, ഡാർക്കായിട്ടുള്ളൊരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ താഴ്ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് താഴെയായിട്ട് 3.5 ഓഡിയോ ജാക്ക്, മൈക്ക്, USB ചാർജിങ് പോർട്ട്, അതോടൊപ്പം സ്പീക്കർ എൽസ് കാണാനായിട്ട് സാധിക്കും. മുകൾ ഭാഗത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ വേണ്ടിയുള്ള മൈക്ക്, റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പവർ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രൈയും വോളിയം റോക്കേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്മാർട്ട് ഫോണിൽ നിന്ന് ബൂട്ടപ്പ് ചെയ്യാം. റിയൽമിയുടെ ബ്രാൻഡിങ് പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. സോ റിയൽമി, ഓക്കെ, ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ബൂട്ടപ്പായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലുക്ക് ആൻഡ് ഫീലും ഈ ഒരു UI ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയായിരിക്കും. റിയൽമിയുടെ 2.0 UI ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 ഇപ്പം ഈ ഒരു ആൻഡ്രോയിഡ് ബേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് വരും എന്ന് പ്രതീക്ഷിക്കാം. ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓവർവ്യൂവിൽ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ UI പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. 6.43 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കമ്പനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തന്നിരിക്കുന്നത്. ഈ ഒരു സ്മൂത്ത്നെസ്സും ബാക്കി കാര്യങ്ങളും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് കമ്പനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ, അതായത് ഞാൻ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഓൾറൗണ്ട് 20K താഴെ ആയിരിക്കും, 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് സ്മാർട്ട് ഫോണിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അത് നമുക്കൊരു പ്രീമിയം ഫീൽ ആൻഡ് ലുക്ക് നമുക്ക് കിട്ടും, നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റുള്ള സ്മാർട്ട് ഫോൺസിൽ മിക്കയിലും നമുക്ക് പവർ കീയിലാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നത്. മീഡിയടെക്കിൻ്റെ MT689Z എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് കമ്പനി യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോണിൻ്റെ അകത്ത്. ഡിമെൻസിറ്റി 1100 5G ഡിമെൻസിറ്റി വരുന്നുണ്ട്. 8GB 128GB സ്റ്റോറേജ് വേരിയൻ്റാണ് എൻ്റെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഹയർ വേരിയൻറ്റ് നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ 12GB RAM ആക്കും. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് 64 മെഗാപിക്സലിൻ്റെ വൈഡ് ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും, അതോടൊപ്പം 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും തന്നിട്ടുണ്ട്. 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഫോണിൻ്റെ നമുക്ക് തന്നിരിക്കുന്നത്. എനിവേ ക്യാമറ സെക്ഷനിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ സൂപ്പർ ഫോൺ തന്നെയാണ്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിലെടുത്ത ഫോട്ടോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കാൻ, നിങ്ങൾക്ക് അവിടെ പോയി ചെക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 4500 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൻ്റെ കമ്പനി നൽകിയിരിക്കുന്നത്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പോക്കോ X3 GTയും റിയൽമി Q3 Proയുമായിട്ടുള്ള, പോക്കോ X3 GT അല്ല, റെഡ്മി നോട്ട് 10 Pro 5G ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ റീബ്രാൻഡായിട്ട് പോക്കോ X3 GT ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ കമ്പയറിംഗ് വീഡിയോ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കമ്പയറിംഗ് വീഡിയോ എന്തായാലും എൻ്റെ ചാനലിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് എന്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ മെസ്സേജിനും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. Until then, this is Atin signing off. Bye bye. See you in the next video. Bye bye.